ചെമ്പൻസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ജയ്സൽമേർ തന്നെയാണ്. നമ്മൾ ഇന്ന് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജയ്സൽമേർ ഫോർട്ടും അതോടൊപ്പം തന്നെ കൊത്താരീസ് പട്ടുവ ഹവേലി എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങും കാണാനായിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ യാത്ര നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് A to Z പാക്കേജിങ്സും ഐസർ പൈറ്റ്സും അതോടൊപ്പം തന്നെ ഗാലക്സി ട്രാവൽ ക്ലബ്ബുമാണ്. ഇവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണാൻ പോണത് കൊത്താരീസ് പട്ടുവ ഹവേലി അങ്ങനെ ഒരു സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം, എന്താണെന്ന് അറിയില്ല. അപ്പോൾ പാർക്കിങ് കുറച്ച് മുമ്പിലാണ്, അത് പേൻ പാർക്കല്ല, റോട്ടിലാണ്. ഇവിടെ അകത്തോട്ട് മാർക്കറ്റിൻ്റെ അകത്താണ്. അപ്പോൾ അങ്ങോട്ട് വണ്ടി കയറ്റി വിടില്ല. അപ്പോൾ ഈ റൂട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അപ്പോൾ നമ്മളിപ്പോൾ ജയ്സൽമേറിൽ തന്നെയാണ്. നമ്മൾ ഈ ഉള്ളിലുള്ള കാഴ്ചകൾ കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഏതോ ഗല്ലികളാണ് ഈ കാണുന്നതൊക്കെ, പക്ഷേ അടിപൊളിയാണ് കേട്ടോ. എന്താ പറയുക, നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഈ കൺസ്ട്രക്ഷൻ കണ്ട, അതായത് ആറച്ച് കൊത്തുപണിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അത്. അടിപൊളി ഫീലാണ് കേട്ടോ. ഇവിടെ എല്ലാ വീടും ഇതേപോലെയാണ് കൺസ്ട്രക്ട് ചെയ്തേക്കണം, ഒരെണ്ണമല്ല, എല്ലാം ഇതേപോലെ. അപ്പോൾ നമ്മൾ കൊത്താരീസ് പട്ടുവ ഹവേലിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എൻ്റെ പൊന്നോ, ഇത് ഓസം വ്യൂ ആണ് കേട്ടോ. ഇവിടെ ആർട്ട് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊത്ത്, ഇതെന്ത് മെറ്റീരിയലാണെന്നുള്ളൊരു പിടിയില്ല. അതിൻ്റെ ഉള്ളൊക്കെ ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആദ്യം പുറമേ നിന്നൊന്ന് കണ്ടിട്ട് നോക്കാം. ഏതൊരു സ്ഥലത്ത് പോയ ഫീലിംഗ് ആണ് ഇവിടേക്ക് വന്നു. എന്താ പറയാ, ഇവിടെയൊക്കെ തിരക്കാണ്. അപ്പോൾ നമ്മൾ പട്ടുവ ഹവാലിയിലോട്ട് കയറുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപയുടെ ചാർജ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളുണ്ട്. ഇത് കാണാനാണ് എന്താണെന്ന് അറിയില്ല. ഇപ്പോഴത്തെ കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നത് ഒരു എന്താ പറയുക, ജെയിൻ മതക്കാരുടെ ഒരു ഇതാണ്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് അവർ യൂസ് ചെയ്യുന്ന സേഫ് ലോക്കാണ്. ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇവിടെ ഇത് വലിച്ചു വെക്കും, മതിൽ പോലെ. നമ്മൾ ഈ പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, മതിൽ പോലെ തന്നെ ഇരിക്കും സാധനം. പക്ഷേ ആക്ച്വലി ഇതൊരു എന്താ പറയുക, ഒരു സേഫ് ലോക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു വിഗ്രഹവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സീലിംഗ് വർക്കൊക്കെ മൊത്തത്തിൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. നൈസ് ഫീലാണ്. നമുക്ക് എന്തായാലും ഇനി അപ്പുറത്തോട്ട് പോവാം. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പൈസകളാണ് ഈ കാണുന്നത്. ആദ്യം വെയിറ്റ് വെച്ചായിരുന്നു പൈസയ്ക്ക്, പിന്നെ ആ വെയിറ്റ് മാറി ചെറിയ ചെറിയ തുട്ടുകളായി, അതിന് ഇതായി നാണയങ്ങളായി. ആദ്യം ഇതൊക്കെ വലിയ എന്താ പറയുക നാണയങ്ങളാണ്. അതായത് അന്നത്തെ കാലത്ത് അവർ യൂസ് ചെയ്തിരുന്നത് ആ സാധനങ്ങളായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് അന്ന് അവർ ട്രേഡ് ചെയ്തിരുന്നത്. വെയിറ്റ്, അതായത് നമ്മളാ കൊടുക്കുന്ന സാധനത്തിന് വെയിറ്റാണ് അന്ന് കണക്കാക്കിയിരുന്നത്. ഇവിടെ ഇതൊക്കെ ഒരേ താക്കോലും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. അല്ല 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 ഇത് നമ്മുടെ വെറ്റില ഇങ്ങനത്തെ സാധനങ്ങളില്ലേ, അല്ല മറ്റേ വെറ്റില കൊണ്ട് നമ്മുടെ അടക്ക
കാര്യങ്ങൾ വെട്ടുക, കട്ടറില്ല, ആ കട്ടറാണ് ഈ കാണുന്നത്. പല പല മോഡൽസാണ് കാണുന്നത്. പഴയ കാല നോട്ടുകളാണ് ഈ കാണുന്നത്. 1000-ൻ്റെ, 500 അണയെന്നോണത് 1 രൂപയുടെ. ഇതൊക്കെ സൂം ചെയ്ത് വെച്ചേക്കുന്നുണ്ട്, ആക്ച്വൽ നോട്ടല്ലത്. 1 രൂപ, 10 രൂപ, 5 രൂപ. ഇവിടെ 1 ലക്ഷം രൂപയുടെ ഉണ്ട്. ഈ കാണുന്നത് 1 ലക്ഷം രൂപയുടെ നോട്ടാണ് ആ കാണുന്നത്. അത് ഏത് കാലഘട്ടത്തിലാണ്? ജൽബിൻ്റെ, അത് ഇയർ എഴുതിയില്ല. ബാങ്ക് ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ അത് ഏത് കാലമാണെന്നുള്ളത് എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്കറിയാത്ത കാര്യമാണ്. നമുക്കിനി അടുത്ത ഇതിലോട്ട് പോകാം, അടുത്ത കാഴ്ചയിലോട്ട് പോകാം. അപ്പോൾ അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരു വലിയ ക്ലോക്കാണ് ഈ കാണുന്നത്. അതേപോലുള്ള ഫാൻ, പിന്നെ പഴയകാല ഫോൺ കണ്ട ഫോണുണ്ട്, പിന്നെ അതേപോലെ ചെറിയ ക്ലോക്ക്, മറ്റേ ഫാനാണ് ആ പഴയ കാലത്തുള്ളത്. ഇതിൻ്റെ സീലിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കേട്ടോ. ഈ മെയിൻലി നോക്കണില്ല, ആ ഡിസൈൻ ഫാക്ടറിലോട്ടാണ് നോക്കാറ്. അന്നത്തെ രാജാവിൻ്റെ രാജ്ഞിയുടെ ആ ഒരു വേഷവിധാനമാണ് ഈ കണ്ടത്. ആ കണ്ടതല്ല, ആ കണ്ടത് രാജാവുമല്ല രാജ്ഞിയുമല്ല. അന്നത്തെ പല്ലൊക്കെ ഉണ്ടായിരിക്കണം. അന്നത്തെ അതേപോലെ സൈക്കിള്, മടക്കി വെക്കണ സൈക്കിള്, ഇതേ ക്ലോസറ്റ് അടിപൊളി. ഈ ഇരിക്കണതൊക്കെ മേളിൽ കാണുന്നതെല്ലാം മെയിൻ ഡോറിലെ ലോക്കുകളാണ് ഈ ഇരിക്കണത് എല്ലാം. അപ്പോൾ ഇതിനൊക്കെ തവളയുടെ കോലത്തിലൊക്കെ ഉള്ള ലോക്കുകളുണ്ട്. താഴെ ഇരിക്കണതെല്ലാം സാധാ ചെറിയ ചെറിയ ഡോറുകൾക്ക് വരുന്ന ലോക്കുകളാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന ലോക്ക് ഒരു പ്രത്യേകതരം ലോക്കാണ്. അതായത് ഇതിന് 2 കീ ഉണ്ട്. ഈ 2 കീ ഉണ്ട്. അതിൽ ഒരു കീ ഹസ്ബൻഡിനും ഒരു കീ വൈഫിനുമാണ്. അപ്പോൾ ആ 2 പേരും ഒരുമിച്ച് ഇട്ടാലാണ്, അതായത് ഒരു വിശ്വാസം പോലെയാണത്. 2 പേരും സന്തോഷത്തിൽ മാത്രം ഇട്ടാലാണ് ആ ലോക്ക് അഴിയുള്ളൂ. ഇതിന് മാത്രം ഏതാണ്ട് 5 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ 2 താക്കോലും വെറുതെ ഇട്ടിട്ട് കാര്യമില്ല, നല്ല മൈൻഡിൽ വേണം ആ ലോക്ക് അഴിക്കാനായിട്ട്, അല്ലെങ്കിൽ അഴിയില്ല എന്നാണ് അവർ പറയണത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത കാഴ്ചയിലോട്ട് പോവാം. ഇവിടെ ഇതേപോലുള്ള കുറേ ഉണ്ട് കേട്ടോ. അതായത് ഇത് ഒരു നമ്മുടെയൊക്കെ നടുമുറ്റം എന്ന് പറയണ പോലെ ഉള്ള ഫീലാണ്. കേട്ടോ, ഫുൾ ഓപ്പൺ ഏരിയ ആണ്, ഒരു വരാന്ത പോലെ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഈ കാണുന്നത് ഒരു കട്ടിലും അതേപോലെയുള്ള തൊട്ടിയാണ്, പഴയകാല തൊട്ടിയാണ്, കുട്ടികളൊക്കെ എടുത്താനുള്ളതാണ്. അമ്മോ, ഇത് എന്താണെന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഡ്രസ്സിങ് ഏരിയ ആണ് ഈ കാണുന്നത്. അവിടെ കുട്ടികളും മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വെച്ചേക്കണൊക്കെ പണ്ട് കാലങ്ങളിലുള്ള പാത്രങ്ങളൊക്കെയാണ്. പോട്ടുകളാണ്, പോട്ടുകൾ, കോട്ടങ്ങൾ, സമാവർ, ചായപാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിനി അടുത്ത് കയറുന്നത് ഡൈനിങ് റൂമിലോട്ടാണ്. നമ്മൾ ഇതിൻ്റെ ടോപ്പ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്.
ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര തിരക്കാണ്ട് ഈ സമയത്ത്. ദീപാവലി ആയത് കാരണം എക്സ്ട്രീം ലെവൽ തിരക്കാണ് ഇവിടെ വരുന്നത്. നമ്മൾ വന്ന വഴികളാണ് ആ കാണുന്നത്. ഇവിടെ ഒരു പെണ്ണ് കുറേ പേര്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി ഇറങ്ങുകയാണ്, അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. അടിപൊളി സ്ഥലമായിരുന്നു. ഫുള്ള് എന്താ പറയുക, അത് കാണിച്ച് സീലിംഗ് എല്ലാത്തിനും കാണിച്ചിട്ടുണ്ട്. അടിപൊളി വിഷ്വലായിരുന്നു. മതി കൂടി കയറി ഇപ്പുറത്തെ ബിൽഡിങ്ങിൽ കൂടി വന്നു. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. നേരത്തെ തിരക്കാതെ കാണിക്കാൻ പറ്റില്ല. ഹൗസ് ടെമ്പിള്, ഡ്രോയിങ് റൂം, ഡൈനിങ് ഹാള്, ബെഡ്റൂം, കിച്ചൺ റൂം, ടർബൻ കളക്ഷൻ, ലോക്സ് കളക്ഷൻ, ചാമ്പ്, പെയിൻറ്റിങ് കളക്ഷൻ, ഫാൻ കളക്ഷൻ. ഓക്കെ, അതെല്ലാം നമ്മൾ അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ ക്ലിയർ ആയോ എന്ന് എനിക്കറിയില്ല, എന്നാലും മാക്സിമം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും എന്താ പറയുക, ഇവിടെ മെയിൻലി വേറെ ഒന്നുമില്ല. ഈ ഒരു പാറ്റേൺ കാണാനായിട്ട് ആവശ്യമുള്ളവർ മാത്രം വരിക. അതായത് എന്താ പറയുക, വളരെ പഴക്കമുള്ള ഒരു പാറ്റേണാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് കാണുന്നവർ മാത്രം ഇങ്ങോട്ട് വരിക. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇവിടെ. ഇതേപോലെയുള്ള ചെറിയ ഷോപ്പിങ്ങുകളും കാര്യങ്ങളും നടത്താൻ പറ്റും, മാത്രമേ ഉള്ളൂ. വേറെ കാര്യമായ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ജയ്സൽമേർ ഫോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ ഈ കാണുന്നത് ജയ്സൽമേർ ഫോർട്ടാണ്. നമുക്ക് എന്തായാലും ഇനി മുകളിലോട്ട് പോവാം, മേളിൽ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ജയ്സൽമേർ ഫോർട്ട്. അപ്പോൾ ഇന്നും ഇതിൻ്റെ അകത്ത്, അതായത് ലോകത്തുള്ളതിൽ ലിവിങ്, അതായത് ഇപ്പോഴും നിലനിന്ന് പോണ ഒരു ഫോർട്ടാണ്. ഇവിടെ താമസം ഇപ്പോഴും ഉണ്ട്. അതേപോലെ ഇതിൻ്റെ ഉള്ള ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോഴും. അപ്പോൾ ലിവിങ് ഫോർട്ടാണ് ഇതിപ്പോഴും. ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഏരിയ ആണ് കേട്ടോ. ആ കാണുന്നതിലൊക്കെ ആൾതാമസമുണ്ട് ഇപ്പോഴും. അപ്പോൾ നമ്മൾ ജയ്സൽമേർ ഫോർട്ടിൻ്റെ അകത്തോട്ട് ഫിഷിൽ കയറുകയാണ്. ഇതേപോലുള്ള ഒരുപാട് ഓർണമെൻറ്റ്സ് ഒക്കെ നമുക്കിവിടെ കിട്ടും. ആവശ്യമുള്ളവരൊക്കെ മേടിക്കുക. അപ്പോൾ ഇതൊക്കെ ഒരേ സെഗ്മെൻറ്റുകളാണ് ഫോർട്ടിൻ്റെ തന്നെ. എല്ലായിടത്തും ഞാൻ പറഞ്ഞു ലിവിങ് ഫോർട്ടാണ്. അപ്പോൾ അതിൻ്റേതായ പേരിൽ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നവരൊക്കെ തന്നെയാണ് ഈ കച്ചവടങ്ങളൊക്കെ ചെയ്യണത്. കുറേയൊക്കെ പുറത്തുനിന്ന് വന്ന് ചെയ്യണവരുണ്ട്, ഇല്ല എന്നല്ല. ഇത് കണ്ടോ, നമ്മൾ വന്ന വഴിയാണ് അതൊക്കെ. ഇതേപോലുള്ള ആൻറ്റിക് സാധനങ്ങൾ ഇവിടെ ഒരുപാട് മേടിക്കാൻ കിട്ടും. പിന്നെ ഡെസേർട്ട് ക്യാമ്പുകളുടെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫോർട്ടിൻ്റെ ഓരോ ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ. നമ്മൾ നോർമലി കാണുന്ന ഫോർട്ട് പോലെ അല്ല. ഇതുണ്ടോ, ഞാൻ പറഞ്ഞു ലിവിങ് ഫോർട്ടാണിത്. ഇതിൻ്റെ അകത്ത് താമസവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവർ തന്നെ അവരെ കച്ചവടവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇത് പ്രത്യേക ഒരു ആംബിയൻസ് ആണ് ഇവിടെ. ഇതുണ്ട്, ഇതൊക്കെ ഓരോരുത്തരുടെ വീടും കാര്യങ്ങളൊക്കെയാണ് ഇത് ഫോർട്ടിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഒരു അമ്പലം ഉണ്ടോ, സെറ്റ് അമ്പലമാണ്. ശ്രീ ചന്ദ്രപ്രഭ സ്വാമിജി ടെമ്പിളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇതേപോലുള്ള
കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാനൊക്കെ ആയിട്ട് എളുപ്പമാണ്. കണ്ടോ ടെമ്പിളുമൊക്കെ ഉള്ള പണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചേക്കണത്. ഇതേപോലുള്ള ബിൽഡിങ്ങുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഈ ഫോർട്ടിൽ. വേറെ കാഴ്ചകളൊന്നുമില്ല. കാണുന്നതൊക്കെ പണ്ട് വെള്ളങ്ങളുടെ പാത്തിയാണ് കാണുന്നത്. ഇവിടെയൊക്കെ കുറേ പൊളിഞ്ഞ കിടക്കുന്നുണ്ട്. Hello? Metro Baria Kileto. എങ്ങോട്ട് തിരിയണമെന്നുള്ളത് പിടുത്തം കിട്ടൂല. കാരണം ഇതിനുള്ളിൽ ഒരുപാട് ഉടുവഴികളുണ്ട്. വന്നവർ ജസ്റ്റ് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചേക്കുക മാപ്പിലിടാനായിട്ട്. ഗൈഡില്ലാത്ത വന്നവരാണ് കേട്ടോ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഗൈഡില്ല. വാപിച്ചൊക്കെ ഏതൊക്കെയോ വഴി കയറിയിട്ടുണ്ട്. അവർ പയ്യെ കയറുള്ളൂ. പക്ഷെ അവർ മുഴുവൻ കണ്ടിട്ട് ഇറങ്ങുള്ളൂ. അത് വേറെ കാര്യം. ഒട്ടുമില്ല. ഓർമ്മയുണ്ടോ? നമ്മൾ ഇതിൻ്റെ അറ്റെത്തിയിട്ടുണ്ട്. ഫോർട്ടിൻ്റെ ഒരു കോർണറില ഇതെത്തിയിട്ടുണ്ട്. ഇങ്ങനെ തിരിച്ചു പോകാം. ഇവിടെ വഴി തീർത്തു. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഗൈഡ് ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെയുള്ള ഇതിലൊക്കെ ഒന്ന് പെടും. ഇതിപ്പോൾ ഒരു ഫോർട്ടിൻ്റെ ഒരു അറ്റമണി കാണുന്നത്. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് സമയമുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇങ്ങനെ തനിയെ കാണുന്നത് വേറൊരു മൂഡാണ്. നമുക്കിത് തന്നെ അറ്റൻഡ് ചെയ്യാം. അത് വേറൊരു ഫീലാണല്ലോ. അറിയില്ലാത്ത വഴി കൂടി തന്നെ ഒറ്റയ്ക്ക്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വേറൊരു മൂഡാണ്. അതിൻ്റെ പേരിൽ നമുക്ക് ഇതേപോലെയുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാണ്. ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസും കൂടിയാണിത്. എവിടെയൊക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് ചോദിച്ചോ. ഫോർട്ട് का नीचे जाने के लिए നമ്മൾ റിട്ടേൺ ഇറങ്ങുകയാണ്. ഇത് എല്ലാ വഴിയും കയറി ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല. അത് ഇവിടെ വരുമ്പോൾ മനസ്സിലാവും. അത് വേറെ ഒന്നുമല്ല, ഒരുപാട് ഏരിയ ഉണ്ട്. ഈ കാണുന്നതൊക്കെ വെള്ളം വരാനുള്ള പോവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുപോലെ വുഡനാണ് ഇതിൻ്റെ ഈ റൂഫ് ചെയ്തേക്കണത്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു പ്രത്യേക സുഖം. നല്ല തണുപ്പാണ് ഈ ഒരു ഏരിയ. മേളിലൊക്കെ നിറച്ച് പ്രാവുണ്ട്. മേത്തൊക്കെ വീഴാതെ നോക്കുക. നമ്മൾ നേരത്തെ കണ്ട അമ്പലത്തിൻ്റെ മുമ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പുറത്തെ വഴിയാണ് ഇറങ്ങിപ്പോയത്. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. യെസ്, രക്ഷപ്പെട്ട്. ഇനി വഴി അറിയാം. അപ്പോൾ നമ്മളെന്തായാലും ഫോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതൊക്കെ തന്നെ ഉള്ളൂ ഈ ഫോർട്ടിൽ. വേറെ കാഴ്ചകളൊന്നും പ്രത്യേകിച്ചില്ല. അതേ റായിമാമ രാജസ്ഥാനി തൊപ്പിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം. ടിപ്പിക്കൽ വേഷം. ആ മറ്റേ സാധനം മേടിക്കാനില്ല പറ്റാ. നമുക്കിനി എന്തായാലും താഴോട്ട് ഇറങ്ങാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് നമുക്ക് ചെയ്യും. ലേഡീസൊക്കെ ആയിട്ട് തന്നെ ആണെങ്കിൽ ഇതേപോലെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അതേപോലെ ഫ്രിഡ്ജിൽ വെക്കണ ആ ഒരു മാഗ്നറ്റിക് സാധനങ്ങളും ഒരുപാട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒരു കളക്ഷനായിട്ട് വെക്കുക, നല്ല രസമായിരിക്കും. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ സാധനങ്ങൾ കിട്ടും. അപ്പോൾ അത് ഒരു എവിടെയെങ്കിലും മാഗ്നറ്റ് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് കാണുമ്പോൾ ഉള്ള ഓർമ്മകളും കാര്യങ്ങളൊക്കെ വരും ആ പോയ സ്ഥലങ്ങളുടെ. അവിടെ ഇരിക്കാനാന്ന് തോന്നുന്നു ഈ സാധനങ്ങൾ ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ കാണുന്നതൊക്കെയാണ് ജയ്സൽമേർ ഫോർട്ട് ആയിട്ട് വരുന്നുള്ളൂ. അതിൻ്റെ ഉള്ളൊക്കെ പുറമേ നിന്ന് മാത്രമാണ് ഈ വ്യൂ കിട്ടുള്ളൂ. അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടതാണ്, അത് വേറൊരു ഫീല്, അത് വേറൊരു എന്താ പറയുക കോലമാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങി നോക്കരുത്.
അല്ല അകത്ത് പ്രതീക്ഷിക്കരുത്, വ്യത്യാസമുണ്ട്. ആർച്ചിയൊക്കെ വരുന്നുണ്ട്, അത്യാവശ്യം ചെറിയ കയറ്റമൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇത്തിരി ടയേർഡായിട്ടുണ്ട്. അത് 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ മാറാവുന്ന ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി എന്തായാലും താഴോട്ട് ഇറങ്ങി നേരെ റൂമിൽ പോയിട്ട് ഇനി രാത്രിയാണ്, കുറച്ചിപ്പോൾ റെസ്റ്റ് ചെയ്യണം. അവർക്ക് പറ്റുന്നില്ല എന്ന് പറയണ്ട. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ അടുത്ത കാഴ്ചകളിലോട്ട് പോകും. ഞാൻ പറഞ്ഞു ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ പുറമേ നിന്നുള്ള വ്യൂസ്. അകത്ത് കയറി കഴിഞ്ഞാൽ ഇതേപോലെയൊന്നുമല്ല. അത് മുൻകൂട്ടി മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം വരിക, അല്ലാതെ സാധാരണ ഒരു ഫോർട്ട് കാണുന്ന രീതിയിൽ ഒരിക്കലും കാണരുത്. ഇത് ലോകത്തിലെ തന്നെ ലിവിങ് ഫോർട്ടുകളിൽ, അതായത് ജനവാസമുള്ള ഒരു ഫോർട്ടിൽ ഒന്നാണിത്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ആംബർ ഫോർട്ടൊക്കെ കാണുന്ന ഒരു ഫീലിൽ ഇത് കാണുകയേ ചെയ്യരുത് കേട്ടോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മളപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് റൂമിലോട്ട് പോവാണ്. മുഖമൊക്കെ കറുത്ത് കരിവാളിച്ച് നല്ല വെയിലാണ്. അപ്പോൾ ഇന്നലെ ഡെസേർട്ടിൽ പോയതിൻ്റെയൊക്കെ ഇപ്പോഴാണ് മൊത്തം കിട്ടിയേക്കണത്. അപ്പോൾ എന്തായാലും നമുക്കിനി റൂമിൽ ചെന്ന് രാത്രി ഇറങ്ങാം. കുറച്ച് പരിപാടികളുണ്ട്, അന്ന് റെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല അലച്ചിലായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് റെസ്റ്റ് ചെയ്യാനുണ്ട്. റെസ്റ്റ് ചെയ്തതിന് ശേഷം രാത്രി നമ്മൾ വീണ്ടും ഇറങ്ങും. അപ്പോൾ ഉള്ള കാഴ്ചകളുണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കാർ പാർക്കിംഗ് ഏരിയയാണ്. വണ്ടിയായിട്ട് വന്നവർക്ക് ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടുവരുന്നതിന് ഒരു ഇഷ്യൂ ഇല്ല. ഇവിടെ മേളിൽ പാർക്ക് ചെയ്യാം. താഴെ അവർ പറയും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല, ഇതാണെന്നൊക്കെ പറയും. ഒരു ഇഷ്യൂ ഇല്ല, ഡയറക്റ്റ് കയറി പോകുന്നോളാം. ഗൈഡിൻ്റെ ആവശ്യം ഈ ഫോർട്ടിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇതിൻ്റെ അതൊന്നും അറിയാനില്ല. ജസ്റ്റ് അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വായിച്ചാൽ മനസ്സിലാവാമെന്നുള്ളൂ. അപ്പോൾ നമുക്കിനി എന്തായാലും റൂമിലോട്ട് പോട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ 2 ചേട്ടന്മാർ വന്നിട്ടുണ്ട്. എയർഫോഴ്സിൽ ജോസറാണ്, ചേട്ടന്മാരല്ല. അപ്പോൾ പേരെന്താ പറ? എൻ്റെ പേര് പ്ലസൻ. കൊല്ലം. ഈ ചേട്ടൻ കോട്ടയം. അപ്പോൾ എന്താ പറയുക, ഇതേപോലുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ഹാപ്പി. ഇവർ വണ്ടി കണ്ടിട്ട് വന്നത് ഫസ്റ്റ് ടൈമാണ് ഇതേപോലെ നമ്മുടെ അടുത്തോട്ട് ഒരാളോട് മീറ്റ് ചെയ്യണത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും കണ്ടതിൽ സന്തോഷം. അപ്പോൾ കണ്ടതിൽ സന്തോഷം.